വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. മുസ്ലിമീങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്നും ക്രിസ്മസ് കേക്ക് മുറിക്കരുതെന്നും അതേപോലെ ക്രിസ്മസ് സ്റ്റാർ തൂക്കരുത്, ഇങ്ങനെ കുറേ ഫത്വകൾ സമസ്ത EK വിഭാഗത്തിൻ്റെ സുന്നി നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒരു പ്രസ്താവന, ഒരു ഫത്വ എന്നോ പ്രസ്താവന എന്നോ എന്തായാലും ഉണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ സമസ്തയുടെ തന്നെ നേതാവായ സാദിഖ് അലി തങ്ങൾ, വളരെ വലിയ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട സാദിഖ് അലി തങ്ങൾ BJPയുടെ നേതാവിനോടൊപ്പവും അതേപോലെ ക്രിസ്ത്യാനികളുടെ നേതാക്കൾക്കൊപ്പവും ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ആര് പറയുന്നതാണ് യഥാർത്ഥ ഒരു ദീന്? ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നതാണോ, അതോ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വളരെ ആദരവോടുകൂടി കാണുന്ന സമസ്തയുടെ തന്നെ എന്താ പറയുക സമുന്നതനായ നേതൃനിരയിലുള്ള ഈ സാദിഖ് അലി തങ്ങൾ പറയുന്നതാണോ ശരിയായ ദീൻ എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്നുള്ളത് പല രീതിയിൽ ആളുകൾ ആഘോഷിക്കലുണ്ട്. ആദ്യം ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ നമ്മുടെ നാട്ടിലെ മറ്റു മതവിശ്വാസങ്ങളുടെ ആഘോഷങ്ങളും ആചാരങ്ങളുമൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വരുന്നൊരു സന്ദർഭം കൂടിക്കൂടി വരികയാണ്. നമ്മൾ മറ്റു മതങ്ങളോട് സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ കാണിക്കണം. നമ്മളൊരു ആടിനെ അറുത്താൽ പോലും അതിൻ്റെ ആദ്യ മാംസം കൊടുക്കേണ്ടത് നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരു ജൂതനായിരിക്കണം എന്നുള്ളത് ഹബീബായ നബി പഠിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അധ്യാപകനങ്ങളൊക്കെ മറ്റു മതങ്ങളോട് എത്ര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണ് കഴിയേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നത് പാടില്ലാത്തതുണ്ട്. നമ്മുടെ വിശ്വാസത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ക്രിസ്മസ് കേക്ക് മുറിക്കുക, ക്രിസ്മസ് സ്റ്റാർ തൂക്കുക, അതേപോലെ ഈ സാന്റാക്ലോസ് കെട്ടുക, പിന്നെ ഈ ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കുക, ഇങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികൾ നടത്തുന്ന ആഘോഷങ്ങളിലോ ആശംസകളിലോ ആചാരങ്ങളിലോ ഒരു വിശ്വാസി പങ്കെടുക്കരുത് എന്ന് ഒരു പണ്ഡിതൻക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മാർഗനിർദ്ദേശമായിട്ടാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്, സമസ്ത EK വിഭാഗം നേതാവാണ്, SYSൻ്റെ സ്റ്റേറ്റ് നേതാവാണ്, അദ്ദേഹം ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത്. ഇത് വളരെ വലിയ വിവാദത്തിനും അതേപോലെ വളരെ വലിയ ചർച്ചക്കും ഇടയാക്കി. സത്യത്തിൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കപ്പുറം ഈ സാദിഖ് അലി തങ്ങൾ, സയ്യിദ് കുടുംബത്തിൽപ്പെട്ട സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ച ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ ഇതിൽ സാദിഖ് അലി തങ്ങൾ ചെയ്തതാണോ ശരി, മറ്റാൾ ചെയ്തതാണോ ശരി എന്നുള്ളതാണ്. അതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു ചോദ്യവും കൂടിയാണ്. അതായത് നമ്മളൊരു നബിദിനത്തിന് ഒരു ഹിന്ദു സഹോദരൻ നബിദിനത്തിന് പോണ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് അവർക്ക് സൽക്കാരം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് തുറ സമയത്ത് പല ആളുകളും ഹിന്ദുക്കളൊക്കെ നോമ്പെടുക്കാറുണ്ട്, മുസ്ലിമീങ്ങളെ നോമ്പ് തുറപ്പിക്കാറുണ്ട്. ശബരിമലക്ക് പോകുന്ന ആളുകൾ തിരൂരുള്ള ഒരു ജാറത്തിൽ കയറിയിട്ട് പണം ഇട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇങ്ങനെ അതേപോലെ നബിദിനത്തിന് റാലി നടത്തുന്ന സ്കൗട്ട് നടത്തുന്ന ഒരു കുട്ടിക്ക് മധുരം വിതരണം ചെയ്ത ഒരു ഹിന്ദു സ്ത്രീയെക്കുറിച്ചുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മാഷാ അല്ലാഹ് അടിപൊളിയാണ്, നന്മയുള്ള ലോകമേ എന്നൊക്കെ പറയുന്ന നമ്മൾ തിരിച്ച് അവരുടെ മതാഘോഷങ്ങളിൽ നമ്മളൊരു ക്രിസ്മസ് ആശംസകൾ പറയുമ്പോഴോ അവർക്ക് വേണ്ടിയിട്ട് അവർ ഒരു സ്റ്റാർ തൂക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് അതൊരു മതവിരുദ്ധമായിട്ട് മാറുന്നത്? അവരെ നമ്മൾ എന്താണ് അംഗീകരിക്കാത്തെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഓണാകുമ്പോൾ ഒരു സെറ്റ് സാരി എടുത്താൽ ഈ രീതിയിലൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ വരാണ്ട് നമ്മളൊന്നും മനസ്സിലാക്കേണ്ട സംഗതി, മറ്റൊരു മതങ്ങളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ വളരെ ചെറിയൊരു നേർത്ത വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിത രീതിക്കനുസരിച്ചും ജീവിത സ്റ്റാറ്റസ് അനുസരിച്ചും ഇത്തരം ആഘോഷങ്ങൾ പങ്കെടുക്കുന്നവരുണ്ടാവാം, പങ്കെടുക്കാത്തവരുണ്ടാവാം. ഇപ്പോൾ സാദിഖ് അലി തങ്ങളെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ആ മതനേതാവായ സാദിഖ് അലി തങ്ങൾ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യത്യസ്ത മതക്കാർ ക്ഷണിക്കുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും കേക്ക് മുറിക്കുകയും സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരും. അതൊരിക്കലും മതപരമായിട്ട് തെറ്റല്ല. BJPയുടെ നേതാവ് സുരേന്ദ്രൻ്റെ കൂടെ കേക്ക് മുറിച്ചു എന്ന് കരുതിയിട്ട് അദ്ദേഹം സംഘികൾക്ക് അനുകൂല നിലപാടായി എന്നൊക്കെ നമ്മൾ വെറുതെ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഏതെങ്കിലും ഇപ്പോൾ BJPയിൽ സംഘപരിവാർ ഭരിക്കുന്ന കാലത്ത് അവിടുത്തെ വഖഫ് ബോർഡിൻ്റെയോ അല്ല എന്തിൻ്റെയോ ഒക്കെ ചെയർമാനായിട്ടൊരു AP വിഭാഗം ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മൂപ്പരെ സംഘി ഉസ്താദാക്കി.
അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാളെന്ന നിലക്ക്, നേതാവെന്ന നിലക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ ആളുകളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് തകർന്നു പോകുന്നതാണോ ഇസ്ലാം? ഒന്നാമത് ഇസ്ലാമിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. വൈസിൻ്റെ നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതിനെ നമ്മൾ തള്ളിക്കളയുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ മോശമാണെന്ന് പറയുകയോ ചെയ്യരുത്. ഓരോ പണ്ഡിതരും അവർക്ക് താല്പര്യമുള്ള, അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മതങ്ങളെ വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. അങ്ങനെ ഒരു കണിശമായ, ഒരിക്കലും പാടില്ലാത്ത ഇപ്പോൾ ശുർക്ക് പോലെയുള്ള, വ്യഭിചാരം പോലെയുള്ള, സിഹിർ പോലെയുള്ള ഒരു കണിശമായ പാപമാണെങ്കിൽ സമസ്ത സ്വാഭാവികമായിട്ട് ഒരു നിയമം തന്നെ ഇറക്കും, ഇത് ഇന്നത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതങ്ങനെ AP സമസ്തയോ EK സമസ്തയോ ഔദ്യോഗികമായിട്ട് ക്രിസ്മസ് ആശംസ നേരരുതെന്നോ ക്രിസ്മസ് ട്രീ വെക്കരുതെന്നോ അങ്ങനെ ഫത്വയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പോൾ ഒരു പണ്ഡിതൻ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് കരുതിയിട്ട് ആ പണ്ഡിതൻ്റെ അഭിപ്രായത്തെ നമ്മൾ വില കുറച്ച് കാണേണ്ടതുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കാറുണ്ട്, ക്രിസ്മസ് കേക്ക് മുറിക്കാറുണ്ട്. അത് ആ സ്കൂളിലൊരു ഫെസ്റ്റിവൽ ആഘോഷ നിലക്ക് മറ്റു തീമുകളൊന്നും അതിലില്ല. നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരാൾക്ക് ക്രിസ്മസ് ആശംസ നേർന്നത് കൊണ്ട് ഇസ്ലാം അവൻ്റെ കൊഴിഞ്ഞു പോവുമോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇനി അത്തരത്തിൽ ഒരു ക്രിസ്ത്യാനികളൊന്നും സൗഹൃദങ്ങളില്ലാത്ത ഒരു ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ നേരേണ്ടതുമില്ല. ഇതിപ്പോൾ ആരെയും കമ്പൽസറി ആക്കുന്നില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരമുള്ള വിശ്വാസ ആചാരങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലുകളും വാങ്ങലുകളൊക്കെ സ്വാഭാവികമായ സംഗതിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഏതോ ഒരു വ്ളോഗർ സാദിഖ് അലി തങ്ങളെ വളരെ മോശം ഭാഷയിലൊക്കെ പ്രതികരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു തങ്ങളാണെന്നുള്ള ബോധവും കൂടി ഇല്ലാതെ ഈ യാസിർ പൂക്കോട്ടുപാട അങ്ങനെ എന്തോ ഒരാളാണ് അതിനെ തോന്നുന്നത്. ഇവരൊക്കെയാണോ ഇസ്ലാമിനെ ഉദ്ധരിക്കുന്നത്? അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങൾ ചെയ്തത് അത്ര വലിയ കഠിന തെറ്റാണെങ്കിൽ സമസ്ത സാദിഖ് അലി തങ്ങളുടെ പേരെടുത്ത് പറയട്ടെ, സാദിഖ് അലി തങ്ങൾ ചെയ്തത് കനത്ത ഹറാമാണ് എന്ന് പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റാൻഡ് അനുസരിച്ചിട്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെന്തിനാണ് മതം ഒന്നാകെ ഇറങ്ങിപ്പോയി പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് സമൂഹത്തിലൊരു വർഗീയതയും ഒരു വിദ്വേഷവും ഉണ്ടാക്കാം. മറ്റു മതങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ എന്തൊക്കെ നമുക്ക് പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. നമ്മൾ ശബരിമലക്ക് പോകുന്ന ആളുകൾ നമ്മുടെ പള്ളിയങ്കണത്തിൽ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുക്കണമെങ്കിൽ അതാണ് ഹൈറ് എന്ന് പഠിപ്പിച്ച എൻ്റെ സൂഫി ഗുരുവുണ്ട്. ശബരിമലക്ക് പോകുന്ന ഒരാളുകൾക്ക് വിശ്രമം ഒരുക്കണം. നമ്മൾ ഹജ്ജിന് പോകുന്ന ഒരാൾ, ഒരു തീർത്ഥാടകൻ എന്തുമാത്രം മറ്റുള്ളവർ സൽക്കരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു, ഒരു ഹജ്ജ് തീർത്ഥാടകന് നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, മറ്റു മതക്കാരൊരു തീർത്ഥാടകനക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവനെ നമ്മൾ വാതോരാതെ പുകഴ്ത്താറില്ലേ? നമ്മുടെ നബിദിനത്തിന് എന്തെങ്കിലും സമ്മാനങ്ങൾ തന്ന ഹിന്ദു സുഹൃത്തുക്കളെ നമ്മൾ എന്തുമാത്രം സന്തോഷത്തിൽ പറയലുണ്ട്. എത്ര ഹിന്ദു സുഹൃത്തുക്കൾ നബിദിനത്തിന് മദ്ഹ് പാടാറുണ്ട്, പള്ളിയിലേക്ക് സംഭാവന കൊടുക്കലുണ്ട്. അപ്പോഴൊക്കെ മാഷാഅല്ലാഹ് അടിക്കുന്ന നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്യുന്നതൊക്കെ ഒരു നാട്ടിൽ ജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭാഗമാണ്. അങ്ങനെ കണ്ടാൽ മതി. അപ്പോഴേക്കും ആളെ മേത്തേക്ക് ഷിർക്ക് കയറ്റി, ആള് കാഫിറായി, ആള് മോശക്കാരനായി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ പക്ഷം. ഏതായാലും പ്രേക്ഷകർക്ക് ഓരോരുത്തരുടെ വിശ്വാസ രീതികളുണ്ടാവും, അവർക്ക് അവരുടേതായ ആദർശങ്ങളുണ്ടാവും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്ന് കമൻ്റായിട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാത്തൊരു അഭിപ്രായമാണ് എൻ്റെ എങ്കിൽ നിങ്ങൾ പുലഭ്യം പറയണ്ട. നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരഭിപ്രായമൊന്നുമില്ല. ഇസ്ലാമിൽ തന്നെ ഖിലാഫുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ഓരോ പണ്ഡിതന്മാരും ഓരോന്ന് പറയലുണ്ട്. അപ്പം ഞാനിത് പറയുന്നതും പണ്ഡിതന്മാരുടെ ഒക്കെ തന്നെ വാക്കുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ നമ്മളൊരു ആശംസ പറയുന്നത് കൊണ്ടോ മറ്റോ ഒരു മോശമായ സംഗതിയല്ല. പക്ഷേ ക്രിസ്മസ് ട്രീ വെക്കുക, അതേപോലെ സാന്റാക്ലോസ് കെട്ടി ആഘോഷിക്കുക എന്നുള്ളത് ചില നാടുകളിലൊക്കെ, ചില ഫ്ലാറ്റുകളിൽ, ചില അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒക്കെ ആഘോഷമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. ഏതായാലും അതൊന്നും ഒരു നല്ല കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ ചെയ്തു എന്ന് കരുതിയിട്ട് അയാളെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കേണ്ടതുമില്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർ ചെയ്യും. പണ്ഡിതന്മാർ നല്ല കാര്യം ഏതാണ്, ചീത്ത കാര്യം ഏതാണ് എന്ന് പറയലുണ്ട്. അറ്റ്ലീസ്റ്റ് ചില ആളുകൾ ആശംസ പറയുന്നതിന് പോലും ഹറാമാക്കലുണ്ട്. ക്രിസ്മസ് ആശംസ എന്ന് പറയുന്നതോടുകൂടി ഈസാ നബി അവിടെയല്ല ഇവിടെയല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഈസാ നബിയെ തന്നെയാണ് അവർ ജീസസ് യേശു ക്രിസ്തുവായിട്ടും വിശ്വസിക്കുന്നത്. ഇപ്പം കുറേ ഡിഫറൻ്റ് ഉണ്ട്. അവരഭിപ്രായത്തിൽ യേശു ക്രിസ്തു മരിച്ചിട്ട് പിന്നീട് ഒരു പുനർജന്മമുണ്ടായി ആകാശത്തേക്ക് പോയതാണ്. നമ്മുടെ വിശ്വാസത്തിൽ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. ആക്രമിക്കുന്നതിന് മുൻപ് അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതാണ്. അവരും യേശു ക്രിസ്തുവിൻ്റെ ഒരു പുനർജന്മം വീണ്ടും വരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്, നമ്മളും വിശ്വസിക്കുന്നുണ്ട്. ബേത്ത്ലേഹേമിലാണ് യേശു ജനിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അവരും വിശ്വസിക്കുന്നു. മറിയമിൻ്റെ മകനാണ് ഈസാ നബി, നമ്മൾ വിശ്വസിക്കുന്നു. മറിയമിൻ്റെ പുത്രനാണ് യേശു എന്ന് അവരും വിശ്വസിക്കുന്നു. വളരെ ചെറിയ ഡിഫറൻറ്റുകൾ, പക്ഷേ കാതലായ ഡിഫറൻ്റ് ഒക്കെ ഉണ്ട്. പരസ്പര വിശ്വാസങ്ങളും സ്നേഹങ്ങളും ആദരവുകളൊക്കെ പരസ്പരം
സമ്മാനിക്കുക എന്നുള്ളതാണ് ആഘോഷങ്ങളിലൊക്കെ കാതൽ. പിന്നെ ഓരോ മതങ്ങളിലും കാലങ്ങളിങ്ങനെ മാറുമ്പോൾ പല പല ആഘോഷങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. ഈ സാന്റാക്ലോസും അതേപോലെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറും ഇതൊക്കെ ക്രിസ്ത്യാനികൾക്കിടയിൽ പിന്നെ വന്ന ആഘോഷങ്ങളാണ്. അതൊന്നും തുടക്കത്തിലുണ്ടായിരുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ഒരാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രിസ്ത്യാനിയായിട്ടല്ല, മറിച്ച് ആ നാടിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ കൂടെ നിന്നേ വേണ്ടതുള്ളൂ. അപ്പോൾ അതിനെയൊന്നും നമ്മൾ ആഘോഷിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ആഘോഷിക്കുന്നവരെ നമ്മൾ കാഫിറാക്കാനും പോകണ്ട. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഏതൊരു ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞതിനെ തനിച്ച മോശക്കാരനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഓരോ പണ്ഡിതന്മാരും അവർക്കുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.